ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിത് എന്തിനാ വന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം എന്ത് കഴിയാണ്. നമ്മുടെ ഇന്ന് ലാസ്റ്റ് എക്സാം ആണ് കേട്ടോ. ഒരുത്തി ഇവിടെ നിന്ന് പഠിക്കുകയാണ്. ഒരു ഹായ് പറയാം അഞ്ജന. അഞ്ജനേനെ കല്യാണം കഴിക്കാൻ ഇവിടെ ആൾക്കാരാ, അഞ്ജനേനെ ചോദിക്കാൻ, അഞ്ജനയ്ക്ക് ഫുഡ് മേടിച്ചെടുക്കാൻ ഇവിടെ ആൾക്കാർ, അങ്ങനെ പല ആൾക്കാരും ഉണ്ട് അഞ്ജനയ്ക്ക് കേട്ടോ. എന്നുവെച്ചാൽ കമന്റ് സെക്ഷനില് കമന്റ്സ് ഒന്നും അറിയാത്ത പോലെ നിക്കണം, ആണോ എന്നൊക്കെ ഒന്നും അറിയാത്ത പോലെ ഉണ്ട്. അങ്ങനെ അഞ്ജനയ്ക്ക് ഫുള്ള് ഇതാ എന്താ പറയാ, മേല വയ്യ, ഫാൻസ് ഒക്കെ തട്ടി നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുക കേട്ടോ. ഇത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞങ്ങള് വലിയ കാര്യത്തിൽ ഒരു നിങ്ങളല്ലോ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ, കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് ലാസ്റ്റ് സീസൺ ഇന്നലെ 21st ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് കാണാറുള്ളത്. അപ്പോൾ ലാസ്റ്റ് സീസൺ ആയിരുന്നു. അപ്പോൾ ഈ കറക്റ്റ് എക്സാമിൻ്റെ സമയത്ത് ഇങ്ങനത്തെ ഓരോ കുരുട്ട് സ്ഥലങ്ങളും വരുമല്ലോ. അപ്പോൾ ഞാൻ ഇന്നലെ അത് കണ്ടു, കുറച്ചേരം കൂടി ഇരുന്ന് കണ്ടു, കുറച്ചേരം കൂടി ഇരുന്ന് കണ്ടു. എന്നിട്ട് പഠിക്കും, ഇപ്പം പഠിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഓർത്തുന്നാ പിന്നെ ശരി രാവിലെ എണീറ്റ് പഠിക്കാം. എന്നിട്ട് ഞാൻ ഇവളോട് പറഞ്ഞ് ലൈറ്റ് ഡിം ലൈറ്റ് ഇട്ടിട്ട് പറഞ്ഞു, നീ എണീറ്റ് ഇവർക്ക് രാവിലെ കേട്ടോ എക്സാം, എനിക്കാണ് ഉച്ചയ്ക്ക് എക്സാം. അപ്പോൾ ഞാൻ പറഞ്ഞ് നീ ഡിം ലൈറ്റ് ഇട്ടോ. ഞാൻ ഡിം ലൈറ്റ് ഇട്ടിട്ട് പറഞ്ഞു നീ എണീറ്റ് പഠിച്ചോ, എൻ്റെ എണീക്കുമ്പോൾ ലൈറ്റ് ഇട്ടോളാൻ പറഞ്ഞോ. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. ഞാൻ എന്നിട്ട് എണീക്കണത് 5:38. അപ്പം ഞാൻ നോക്കുമ്പോൾ ലൈറ്റ് ഓണാ. ഞാൻ മാഡത്തിന് നോക്കുമ്പോൾ മാഡം ഇങ്ങനെ ഉറക്കുക, എണീറ്റിട്ടില്ല. അപ്പം ഞാനാണെങ്കിൽ പോവല്ലേ, എനിക്ക് ഉറക്കം വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അലാം മാറ്റി 6:30 വെച്ച്. ഞാൻ പിന്നെ എണീറ്റ് ലൈറ്റ് ഓഫ് ആക്കി. ഞാൻ അവർക്ക് എന്തിനാ ലൈറ്റ് ഇട്ടിട്ട് കിടന്നുറങ്ങണമെന്ന് ഞാൻ പിന്നെ ലൈറ്റ് ഓഫ് ആക്കി. അപ്പോഴാണ് നിന്റെ സൗണ്ടൊക്കെ കേൾക്കണം ഇങ്ങനെ ഇതിൻ്റെ. അങ്ങനെ എന്നിട്ട് നല്ല കോമഡി ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒന്നും പറയാനില്ല. ഇന്ന് ലാസ്റ്റ് എക്സാം ആണ്, പോയി പഠിക്കണം. അപ്പം ഞാൻ ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് ഓർത്താണ്. ഓക്കെ, അപ്പം ശരി. ഇവളിപ്പോൾ പോവും, ഇവള് പോയിട്ട് നേരത്തെ വന്നിരിക്കും ഇങ്ങനെ. എന്നിട്ട് ഞാൻ എനിക്ക് പിന്നെ എക്സാം. ഓക്കെ, അപ്പം ശരി കേസ്, പോയി പഠിക്കട്ടെ, ഒന്നും പഠിച്ചില്ല. പോളിസി മേക്കിങ്ങിന്റെ ആ സ്റ്റെപ്പ് പറയാനാ നിന്നോട് ഞാൻ പറഞ്ഞേ. തേക്കാവളെ അവിടെ കിടന്നിട്ട് തേപ്പ്. നീ തേക്കുന്ന എനിക്ക് അറിയാടി. പോയി വരെയൊക്കെ എക്സാം എഴുതി വന്നോണം കേട്ടോ. ചുമ്മാ പറഞ്ഞതാ എന്റെ പൊന്നെ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ. ഇത് സ്ഥിരം നമ്മൾ പോണ സ്ഥലത്ത് തന്നെ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു രസമാണ്. വെച്ച് രാവിലെ തന്നെ അധികം തിരക്കൊന്നും കാണത്തില്ല. ഞാൻ ഇവളും കൂടെ പോകുന്നത്. ഹറിബറിയാണ്. ഞാനൊന്ന് ചെറുതായിട്ടൊരു നാപ്പായി പോയത് കേട്ടോ. മനപ്പുറം ഉറങ്ങിയതല്ല, പക്ഷെ ചെറുതായിട്ടൊരു ചെറിയൊരു നാപ്പ്. ഒന്നോ നിക്കങ്ങോട്ട്. ഇവൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആട്ടോ. അപ്പൊ ഇവളിപ്പം അങ്ങനത്തെ ഒരു അന്യഗ്രഹ ജീവി. നൈറ്റ് ഷിഫ്റ്റ് ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അതിനോ, എക്സെപ്റ്റ് ഇറ്റ്. അപ്പൊ ഇവള് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് രാവിലെ ഇപ്പൊ വരും, എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കും, എന്നിട്ട് പിന്നെ കടന്നുറങ്ങും. പിന്നെ വൈകുന്നേരം രാത്രി ഒക്കെ ആകുമ്പോൾ മനുഷ്യനെ കാണുള്ളൂ നമ്മൾ പുറത്തേക്ക്. ഞാൻ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടാവും. ആളെ കാണിക്കണമെന്ന് പറഞ്ഞു ഗൈസ്. ഓക്കെ, അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നോടെ. ഞാനും ഇവളും കുറേ വർഷമായിട്ട് നല്ല ഫ്രണ്ട്സ് ആട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായത്തൊന്നൊക്കെ വിളിച്ച് പറയാറുണ്ട്. ഹെൽത്തി ആയിട്ട് വായത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു നേരത്തെ ഇനി ഞാൻ റൂഡായി സംസാരിച്ചൊന്നും നിങ്ങൾക്ക് തോന്നണ്ട, ഞാനും അവളും അങ്ങനത്തെ ഒരു റാപ്പോ ആണ്. അപ്പം അങ്ങനെ ഉപ്മാവ് കഴിച്ചു. ഉപ്മാവ് ഇസ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്മാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്മാവ് ഇവള് ഇഡ്ഡലി എന്തോ കഴിച്ചിട്ട് ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് അത് കഴിഞ്ഞ് ഇറങ്ങി. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞാൻ ഉപ്മാവ് ഇഡ്ഡലിയാണ് കഴിച്ചത്. ഇനി നമ്മൾ തിരിച്ച് പോവാണ്, പഠിക്കണം. എന്നിട്ട് റെഡി ആയിട്ട് തന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചായിരുന്നു ലക്ഷ്മി. അവൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാമെന്ന്. അങ്ങനെ പഠിത്തമെന്ന് വെച്ച് റിവൈസ് വെറുതെ ഒന്ന് അങ്ങോട്ടോട്ടൊന്ന് പറയാൻ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടോട്ട് അറിയെങ്കിൽ. അപ്പം അതിനുവേണ്ടി കോളേജിൽ നേരത്തെ പോകണമെന്നുണ്ട്. അപ്പം ഇന്ന് കോളേജിൽ നേരത്തെ പോകാൻ വേണം. അപ്പം നമ്മളൊരു ബ്രീഫൊക്കെ എല്ലാം പഠിച്ചു. ലൈക്ക് ഓൾമോസ്റ്റ് ഒരു ഇതെല്ലാം ഒക്കെ ഒന്ന് വായിച്ചു കിട്ടും. എൻ്റെ അമ്മയൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മയുടെ ഒക്കെ വിചാരം ഞാൻ 2-3 തവണ റിവൈസ് ചെയ്തിട്ടൊക്കെയാണെന്നാണ്. പക്ഷെ ഞാൻ അങ്ങനെ പഠിക്കുന്ന സബ്ജക്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ സബ്ജക്റ്റ് അവസാനത്തെ എക്സാം ആയതുകൊണ്ട് മടുത്ത് പോയായിരുന്നു. ലൈക്ക് പണ്ടാരമായിരുന്നു, എനിക്ക് മതിയായി, പഠിച്ച് മതിയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എക്സാം ഇച്ചിരി ഒരു ഉഴപ്പായിരുന്നു. അപ്പോൾ പക്ഷെ പഠിച്ചു. പഠിച്ചു. അപ്പോൾ എന്തത് എൻ്റെ മുടി ഉണ്ടല്ലോ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ കൊമ്പ് പോലെ 2 സൈഡിലേക്ക് നിൽക്കും. എത്ര ഇങ്ങനെ ആക്കി വെച്ചാലോ പിന്നെ പൊങ്ങി നിൽക്കും. സാരില്ല.
അപ്പോൾ എന്തായാലും ഇപ്പം സമയമായി. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് കോളേജിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് സമാധാനം കിട്ടുമോ. ഇവർ പഠിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക സമാധാനം കിട്ടുമല്ലോ. നമ്മൾ പഠിച്ചേക്കുന്നൊന്നും പഠിച്ചിട്ടില്ലല്ലോ, ഓ ശരി ശരി, അങ്ങനത്തെ സമാധാനം കിട്ടാനും പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടോട് അറിയെങ്കിൽ എങ്ങാനും എക്സാമിന് വന്നാൽ അവസാന നിമിഷം മിക്ക സമയത്ത് അവസാനം നമ്മൾ അവിടെ പോയിട്ട് വായിക്കണ കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോഴത്തേക്ക് അങ്ങനെയും കൂടെ. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ 3 പേരും കൂടെ വരും. ഇപ്പം അവിടേക്ക് കോളേജിലേക്ക് വരും. എന്നിട്ട് പിന്നെ കോളേജിൽ നിന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതിന് ശേഷം എഴുതി ഇന്ന് കംപ്ലീറ്റ് ആക്കി എനിക്കൊന്ന് സമാധാനമായിട്ടൊന്ന് ഇവിടെ ഒന്ന് ഇരിക്കണം. അത് മാത്രമേ എനിക്കുള്ളൂ. കാരണം എനിക്കാണെങ്കിൽ മതിയായി ഗൈസ്, എനിക്ക് വയ്യാണ്ടായി. ഒരാഴ്ച കൂടുതലായി തുടങ്ങിയിട്ട്. അപ്പം എനിക്കൊന്ന് അവിടെ പോയി ഞാൻ വേഗം എഴുതി തീർക്കും. ഞാൻ എപ്പോഴും നേരത്തെ ഇറങ്ങുന്നല്ലോ. ഇന്നലെയൊക്കെ ഞാൻ 45 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു നാപ്പ് എടുക്കട്ടെ. അതാകുമ്പോൾ എക്സാമിന് ഉറക്കം വരത്തില്ല. അപ്പോൾ കുറ്റി നാപ്പ് എടുത്ത് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നാപ്പ് എടുത്ത് എണീറ്റ് ഞാനാണെങ്കിൽ ഇങ്ങനെ സ്വപ്നം വരെ കണ്ട്. ഈ ഒരു 15 മിനിറ്റ് നാപ്പിൽ ഞാൻ സ്വപ്നം കണ്ട് ഞാൻ എന്തൊക്കെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതായിരുന്നു ലാസ്റ്റ് എക്സാം ആയിട്ട് തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സാണ്. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഇടാം. ഞാൻ വേഗം ഡ്രസ്സ് മാറി. ഡ്രസ്സ് നല്ല ഇടുന്നുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്കും പൊട്ടും സൺസ്ക്രീനും ഒക്കെ തന്നെ തേക്കുന്നുള്ളൂ. വേറെ അധികം തേക്കുന്നില്ല. ഞാൻ വേഗം അവിടെ ഓൾറെഡി കോളേജിലെത്തി. ഞാൻ ഈ നാപ്പ് എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞതാണ്. വേഗം പോയി കോളേജിൽ പോയിട്ട് ഞാൻ എക്സാമിന് അവിടെ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡിയായി. എന്നിട്ട് ഇനി പോകുന്നത് എൻ്റെ അമ്മേ, എൻ്റെ ഇത് ഐ ഡി കാർഡ് വാച്ച് എല്ലാം ഉണ്ട്. കോട്ടയം കോളേജിലേക്ക്. അപ്പോൾ നമ്മൾ എക്സാം എഴുതാൻ പോവാണ്. ഇവിടെ തന്നെ വന്നിട്ട് എല്ലാവരുമായിട്ട് കുറേ നേരം സംസാരിച്ച് എന്തൊക്കെയോ ടോപ്പിക്സ് കണ്ടുപിടിച്ചിട്ട് ഞാൻ വാഷ്റൂമിൽ കയറാൻ വേണ്ടി വന്നപ്പോൾ അപ്പോൾ എക്സാം എടുത്തിട്ട് ബൈ. എക്സാം കഴിഞ്ഞു. ഞാൻ ആദ്യം ഒന്ന് വിശന്നിട്ട് മേലെ എൻ്റെ വയറെന്നൊക്കെ സൗണ്ട് ഞാൻ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് അടുത്തിരുന്ന ആളൊക്കെ എന്നെ നോക്കുക. എൻ്റെ വയറിന് അത്ര ഉറക്കെയാണ് സൗണ്ട് കേട്ടോണ്ടല്ലോ. അപ്പോൾ നമുക്ക് പോയിട്ട് എന്തെങ്കിലും തിന്നിട്ട് തിരിച്ച് പീച്ചിലെത്തിട്ട് ഞാൻ വിശദീകരിച്ചിട്ട് ഞാൻ എല്ലാം റെഡിയാക്കുന്നതായിരിക്കും. എക്സാം കഴിഞ്ഞല്ലോ. എന്താ പരിപാടി? അങ്ങനെ കടന്നു എങ്ങനെ ശരിയാ? എണീക്ക് അദൂരി. ഇങ്ങനുണ്ടോ ശോകം? എക്സാം കഴിഞ്ഞു. എന്തൊരു ഓവറാണോ ദൈവപ്പോര്, എന്തൊരു ഓവറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സാരില്ല ഗൈസ്. ഇവിടുത്തെ 6 ദിവസത്തെ എക്സാം കണ്ടിന്യൂസ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ഇത് അവസ്ഥ അല്ലേ? നിന്നെ കാണുന്നില്ല എന്റെ ബാക്കിൽ. നീ എല്ലാവർക്കും ഇതന്നെ അവസ്ഥ. അപ്പൊ ഇന്ന് എക്സാം കഴിഞ്ഞു. ഇന്ന് എന്താ പരിപാടി? പാർട്ടി. എന്ത് പാർട്ടി എന്നൊക്കെ ഉറങ്ങിയിട്ട് കുറച്ച് ദിവസം. ഇന്നൊന്ന് മര്യാദക്ക് കടന്ന് ഉറങ്ങണം. അതാണ് ഞങ്ങളുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും എന്താ പറയാനുള്ള, എക്സാം കഴിഞ്ഞു. ഇനി റിസൾട്ട് വരും പറയാം. എന്താണ് അവസ്ഥ? റിസൾട്ട് വരും പറയാം. നീ ഇന്നത്തെ തോക്കുവോ? വൃത്തിയായിട്ട് പേപ്പറായിരുന്നു. തോക്കത്തില്ലല്ലോ. തോക്കത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞങ്ങളൊക്കെ പാസ്സാവും ഗൈസ്. അപ്പൊ എന്തായാലും പോട്ടെ. ബൈ. ലാസ്റ്റ് എക്സാം കഴിഞ്ഞു. ഞാനിനി വെറുതെ ഇരിക്കാൻ കുറച്ചു നേരം. ഇനി പറയും നിങ്ങളൊക്കെ വെറുതെ ഇരിക്കുന്ന വീഡിയോസ് ഞങ്ങൾ എന്തിനാ കാണുന്നത്? നിങ്ങൾക്ക് അറിയോ നിങ്ങൾ ആരാ? ഒറ്റടി വെച്ചിട്ട് ഞാൻ പൊക്കം കൊണ്ട് ബൈ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. കൈ കടന്ന് ഉറങ്ങി. ഇന്ന് ഇറങ്ങിയിട്ട് നാളെ എണീക്കുന്നുള്ളൂ. ഓക്കെ, ബൈ.